നമസ്കാരം. 2025 രാഹുകേതു മാറ്റം മേടം രാശി അഥവാ മേടം ലഗ്നത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. കേതു നിങ്ങളുടെ 5-ാം ഭാവത്തിലോട്ടും രാഹു നിങ്ങളുടെ 11-ാം ഭാവത്തിലോട്ടുമാണ് ഗോചരം ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പിരിച്വൽ കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അവരവരുടെ മതവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ടൈമാണ്. കേതു ഡിറ്റാച്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് 5-ാം ഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പോൾ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ വൈഷമ്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഠനത്തിൽ ബാക്കിലോട്ട് വരുന്ന ഒരവസ്ഥ. അതല്ല ഇനി ജോബ് റിലേറ്റഡ് മുതിർന്ന കുട്ടികളാണെങ്കിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ മാരേജ് റിലേറ്റഡ് ഇഷ്യൂസ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ, അതും ഈ ഒരു ഗോചരത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പിന്നെ കൺസീവ് ചെയ്യാൻ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഗോചരമല്ല. നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പൊക്കെ എടുത്തിരുന്നാലും കൺസീവ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിറ്റിൽ വ്യാഴം അനുകൂലമായതിനാൽ, കാരണം വ്യാഴം ലഗ്നത്തിൽ നിന്ന് 5-ലോട്ടും 7-ലോട്ടും ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ വ്യാഴം വക്രഗതിയിൽ വരുന്ന ഒരു ടൈമിൽ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാത്ത പോലെ തോന്നാം ഈ ഒരു ട്രാൻസിറ്റിൽ, ഈ ഒരു രാഹുകേതു ട്രാൻസിറ്റിൽ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അതിൻ്റെ ക്രെഡിറ്റ് നഷ്ടമാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാത്തൊരവസ്ഥ. ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഞാനിത് റിസൈൻ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരാം. ഇത്രയും കേതു 5-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഫലമാണ് പറയുന്നത്. ഇനി രാഹു 11-ലാവുമ്പോൾ, കേതു 5-ലാണെന്നുണ്ടെങ്കിൽ രാഹു 11-ലാണ് വരിക. അപ്പോൾ ഈ രാഹു 11-ൽ നിൽക്കുമ്പോൾ അതൊരു മെറ്റീരിയലിസ്റ്റിക് പ്ലാനറ്റാണ്. 11-ാം ഭാവം എന്നത് നെയിം, ഫെയിം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ രാഹു 11-ലോട്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമായിരിക്കും. ഓൺലൈൻ ബിസിനസ്, ട്രേഡിംഗ്, ബ്ലോഗിങ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനുള്ളൊരവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നെയിമും ഫെയിമും ഒക്കെ ഇതുവഴി ഉണ്ടാവാനുള്ള ഒരു ടൈമും കൂടിയാണ്. ഡിജിറ്റൽ ടെക്നോളജി മാക്സിമം ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യുക. പിന്നെ കേതു 5-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ നേടിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുള്ള ഒരു ടൈമായിരിക്കും ഈ ഒരു 1.5 വർഷം എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യും.